നമസ്കാരം 2 മിനിറ്റ്സിലേക്ക് സ്വാഗതം. എന്തായാലും മന്ത്രി ശിവൻകുട്ടിക്ക് അഭിനന്ദനമുണ്ട്. വൈകിയാണെങ്കിലും താമര നമ്മുടെ ദേശീയ പുഷ്പമാണെന്ന് തിരിച്ചറിഞ്ഞല്ലോ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വേദികൾക്ക് പൂക്കളുടെ പേരിട്ടതും അക്കൂട്ടത്തിൽ താമരയില്ലാത്തതും 2 മിനിറ്റ്സ് കഴിഞ്ഞ ദിവസം വിഷയമാക്കിയിരുന്നല്ലോ. എന്തായാലും മന്ത്രിയുടെ പ്രഖ്യാപനം വന്നതോടെ എല്ലാവരും ഹാപ്പി. 15-ാം നമ്പർ വേദിയുടെ പേര് താമര എന്നാക്കി. അപ്പോൾ ഔട്ടായത് ഏതു പൂവാണെന്നോ? ഡാലിയ. ധൈര്യം സമ്മതിക്കണം. മെക്സിക്കോയുടെ ഔദ്യോഗിക പുഷ്പത്തിന്റെ പേര് മാറ്റിയാണ് ഭാരതത്തിന്റെ പൂവിനെ വെച്ചത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെയാണ് വെല്ലുവിളിച്ചത്. അവർ എന്തു ചെയ്യുമോ ആവോ. മന്ത്രി അങ്ങനെ അവകാശപ്പെടാനിടയില്ല. കാരണം ഡാലിയ എന്ന് പേരിട്ടത് ബ്രിട്ടനും മെക്സിക്കോയ്ക്കും വഴങ്ങിയാണോ എന്ന ചോദ്യം ഉയർന്നാലോ. എന്തായാലും പൂക്കൾ തന്നെയാണ് ഈ 2 മിനിറ്റിലും. പ്രസിദ്ധമായൊരു സിനിമാ ഗാനമില്ലേ, ജനുവരിയുടെ മുടി നിറയെ ജമന്തിപ്പൂക്കൾ, എൻ പ്രിയതമയുടെ ചൊടി നിറയെ സുഗന്ധിപ്പൂക്കൾ. വയലാർ രാമവർമ്മയാണ് പാട്ടെഴുതിയത് ഓമന എന്ന ചിത്രത്തിനു വേണ്ടി. ഗാനഗന്ധർവൻ യേശുദാസ് പാടിയത് ദേവരാജൻ മാസ്റ്ററുടെ ഈണത്തിലാണ്. 1972 സിനിമയാണ് ഓമന. അക്കാലത്ത് ജമന്തിപ്പൂക്കൾ നമ്മുടെ നാട്ടിൽ ധാരാളമായിരുന്നു. മിക്ക വീട്ടിലും വിരിഞ്ഞിരുന്നു. മണ്ഡലമാസത്തിൽ ക്ഷേത്രങ്ങളിൽ ജമന്തിയായിരുന്നു താരം. ജമന്തിപ്പൂക്കൾ കൊണ്ടുള്ള കട്ടിമാല അലങ്കാരം തന്നെയായിരുന്നു. കിളിച്ചുണ്ടൻ മാങ്ങ അപ്രത്യക്ഷമായതുപോലെ ജമന്തി പെട്ടെന്നങ്ങ് കാണാതായി. അയൽ സംസ്ഥാനത്തു നിന്ന് വന്നതും നിന്നു. കൊങ്ങിണിപ്പൂക്കൾ പകരക്കാരായി. പയ്യെ പയ്യെ മഞ്ഞപ്പൂ എന്നാൽ ചെണ്ടുമല്ലിയായി. ജമന്തി കണ്ടു കിട്ടിയാലായി. കിലോയ്ക്ക് 500 രൂപ വരെയാണ് വില. ഈ ജനുവരിയിൽ മുല്ലപ്പൂവിനെ കുറിച്ച് പാട്ടെഴുതേണ്ടി വരും. കാരണം മുല്ലയാണ് താരം. കിട്ടാനില്ല. കിട്ടിയാലും വില എന്താണെന്നോ? കിലോയ്ക്ക് 7000 രൂപ മുതൽ 8000 വരെ. കുടമുല്ലപ്പൂവിനെയും മലയാളി പെണ്ണിനെയും വെള്ളിപ്പുടവ ഉടുപ്പിച്ച് ജ്വാല എന്ന സിനിമയ്ക്ക് പാട്ടെഴുതിയതും വയലാറായിരുന്നു. മുല്ലപ്പൂ പൂജയ്ക്കും മുടിയലങ്കാരത്തിനും ഇന്നും അനിവാര്യമാണ്, പ്രത്യേകിച്ച് വിവാഹവേളകളാകുമ്പോൾ. സ്വർണവും മുല്ലപ്പൂവുമാണ് ചിലർക്കെങ്കിലും വിവാഹത്തിന്റെ മഹിമ നിശ്ചയിക്കുന്ന അളവുകൾ. സ്വർണ്ണവിലയും റോക്കറ്റ് വിടും പോലെ മുകളിലേക്ക്, മുല്ലപ്പൂവും പിന്നാലെ. ഓണക്കാലത്താണ് നമ്മൾ പൂക്കളെക്കുറിച്ച് ഏറെ ആവലാതിപ്പെടുന്നത്. തമിഴ്നാട്ടിലെ തോവാളയിലെ പൂക്കൃഷിക്കാർക്ക് അപ്പോഴാണ് കോള്. ആ കോള് സ്വന്തമാക്കാൻ കേരളത്തിലും ചിലർ ചിലയിടങ്ങളിലെങ്കിലും കോപ്പുകൂട്ടി. പലരും വിജയിച്ചു. പക്ഷെ ഓണക്കാലത്തെ ഈ ആവേശം ഉണ്ടാകാറുള്ളൂ എന്ന് മാത്രം. അതും ചെണ്ടുമല്ലി കൃഷിയിലാണ് കമ്പം അധികവും. മലയാളി ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന വെച്ച് സ്വന്തം എന്ന് പറയുന്നതിനൊക്കെ വില കയറുകയോ ലഭ്യത കുറയുകയോ ചെയ്യുകയാണല്ലോ. വെളിച്ചെണ്ണയ്ക്ക് വില കൂടി. നല്ലത്. കേരളം എന്നാൽ തെങ്ങിന്റെ നാടായിരുന്നതിനാൽ നമുക്ക് ഗുണമാകേണ്ടതാണ്. പക്ഷെ നമ്മുടെ തെങ്ങുകൾക്ക് മാത്രമല്ല, നയങ്ങൾ രൂപീകരിക്കുന്നവർക്കും മണ്ടരി ബാധിച്ചതിനാലാവണം വലിയ വിലയ്ക്ക് വെളിച്ചെണ്ണ വാങ്ങി മറ്റു സംസ്ഥാനങ്ങൾക്ക് ലാഭമുണ്ടാക്കി കൊടുക്കാനാണ് നമുക്ക് വിധി. തലയിലും വെളിച്ചെണ്ണ തേക്കുന്ന ശീലം നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിനു പകരം വസ്തുക്കൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ വരുത്തി വാങ്ങും. നമ്മൾ ഉപഭോഗ സംസ്ഥാനമാണെന്ന് സങ്കടം പറയും. നഷ്ടപരിഹാരം വേണമെന്ന് കേന്ദ്ര സർക്കാരിനോട് വാശി കാണിക്കും. നമ്മുടെ ആവശ്യങ്ങൾക്കനുസൃതമായി നയമുണ്ടാക്കില്ല. മുല്ലയുടെ കാര്യം ഓർമ്മിപ്പിക്കാം, അപ്പോൾ മനസ്സിലാവും നമ്മുടെ വികസനത്തിലെ നയവും നിലപാടും കാഴ്ചപ്പാടും. കുറച്ചുകാലം മുമ്പാണ്, ഒരു 30 വർഷം മുമ്പ്, കേരളത്തിൽ കുറ്റുമുല്ല കൃഷിയിൽ പലർക്കും കമ്പം കയറി. കൊച്ചിയിൽ നെടുമ്പാശ്ശേരിയിൽ അന്താരാഷ്ട്ര വിമാനത്താവളം വരുന്നു. നമ്മുടെ കുറ്റുമുല്ലപ്പൂ വിദേശങ്ങളിൽ പോലും എത്താൻ പോകുന്നുവെന്നായിരുന്നു പ്രചാരണം. പല യുവാക്കളും അന്ന് കടമെടുത്ത് മുല്ല നട്ടു. സിനിമാ പാട്ടിൽ പറയുന്നത് പോലെ അതിനെ പുന്നാരിച്ചു, വെള്ളമൊഴിച്ചു. പക്ഷെ കുറ്റുമുല്ല കൃഷിയും അനുബന്ധ വ്യവസായവും ഒന്നും രക്ഷപ്പെട്ടില്ല. 3 പതിറ്റാണ്ടുകൾക്കിടെ എത്ര സർക്കാർ സംസ്ഥാനത്ത് വന്നുപോയി. പക്ഷെ എന്തുണ്ടായി? പൂവനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ വികസന നയങ്ങൾ വിരിയിക്കാനല്ലല്ലോ, അടവയ്ക്കാനുള്ളതല്ലേ. ഇനിയിപ്പോൾ വേദിയിൽ താമര വന്നാൽ എന്താകും? കാത്തിരിക്കാം. കലോത്സവ വേദിയിൽ താമരഗന്ധം വരട്ടെ. വടക്കുന്നാഥന്റെ തൃശ്ശൂരിലല്ലേ, പരക്കട്ടെ എങ്ങും താമര സുഗന്ധം. ന്യൂസ് ഡെസ്ക് 2 മിനിറ്റ്സ്.